അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെയായിരുന്നു മലപ്പുറം. കത്തി, അമ്പും വില്ല്, ബംഗ്ലാദേശ്, നേപ്പാള്, മോദി ഇപ്പൊ രാജിവെക്കും, ഇതുവരെ ഇല്ലാത്ത സെലിബ്രിറ്റികൾ ചാടിയിറങ്ങുന്നു, എവിടെയൊക്കെയോ നിന്ന് ആരൊക്കെയോ വന്നിട്ട് മോദിക്കെതിരെ എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയായിരുന്നു അല്ലേ? എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സോനം ജി അടുത്ത മുഹമ്മദ് യൂനിസ് ആകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സോനം ജി അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 26 ദിവസം നിരാഹാരം കടന്ന നമ്മുടെ സോനം ഭായ് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സോനം വാങ്ചുക് അദ്ദേഹത്തിന്റെ നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരു വെള്ള തുണിയിൽ സോനം ജിയെ എടുത്തോണ്ട് പോകുന്ന കണ്ടപ്പോ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. ഞാൻ അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് സോനം ജിക്ക് സപ്പോർട്ടുമായിട്ട് ഡൽഹിയിലേക്ക് പോയി എന്ന് പറഞ്ഞവരും നിരന്തരമായിട്ട് സ്റ്റോറി ഇട്ടും കമന്റുകൾ എഴുതിയും പോസ്റ്റുകൾ ഇട്ടും വീഡിയോകൾ ഇട്ടും സോനം ജിക്ക് വേണ്ടിയിട്ട് ഉള്ളുരുക്കി അലറി വിളിച്ചവരുമൊക്കെ ഇനി സോനം ജിയെ തെറി പറയുന്ന ദിവസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം അദ്ദേഹം നിരാഹാരം നിർത്തിയല്ലോ. പാടില്ല, നിരാഹാരം നിർത്താൻ പാടില്ലായിരുന്നു. ഇപ്പൊ തന്നെ പലരും പറഞ്ഞു തുടങ്ങി. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇവരെ ഇപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ പലർക്കും മോദിയെയും മോദി സർക്കാരിനെയും ഒന്നും മനസ്സിലായിട്ടില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോളും, ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ. സോ അവർക്കറിയാം എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്ന് ഇന്ത്യയുടെ റോയാണ്. ഇന്ത്യയുടെ IB അടക്കമുള്ള ഏജൻസികളുടെ എഫിഷ്യൻസിയെ കുറിച്ച് പ്രത്യേകം ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് സോനം ജിയായിട്ട് ചർച്ച നടത്തുന്നു. സോനം ജി നിരാഹാരം അവസാനിപ്പിക്കുന്നു. ഇനിയിപ്പോ കോക്രോച്ച് പാർട്ടി നേതാക്കൾ എന്ത് ചെയ്യും? പാർട്ടികൾ ഇനി എങ്ങോട്ട് പോകും? പാർട്ടികളുടെ നേതാവ് തന്നെ സംയമനം പാലിച്ചുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നതോടെ പാർട്ടികളുടെ ബാക്കിയുള്ള തുക്കട നേതാക്കളൊക്കെ എവിടെ പോകും എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ഒരു സംശയം. നമ്മുടെ അമേരിക്കയിൽ നിന്ന് വണ്ടി പിടിച്ചു വന്നവരും നോർവേയിൽ പരിശീലനം കഴിഞ്ഞ് വന്നവരും ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇന്നലെ തന്നെ സോനം ജിയുടെ ഭാര്യ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ശക്തമായിട്ടൊക്കെയാണ് പ്രതികരിച്ചത്. അപ്പോ ഇതിനകത്ത് ഞാനൊരു ഡേറ്റ വയ്ക്കാം. ഇവിടെ പലരും മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങ് മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ പറഞ്ഞത് 20ഓളം കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി നീറ്റ് പരീക്ഷ കാരണമെന്നാണ്. ശരിയാണ്, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായാലും നമുക്കൊക്കെ സങ്കടമുള്ള കാര്യമാണ്. ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തെ നാളെ ഭരിക്കേണ്ടവരാണ്. നാളത്തെ നരേന്ദ്രമോദിയോ നാളത്തെ VD സതീശനോ ഒക്കെ ആകേണ്ട ആളുകളാണ് അവര്. സോ അങ്ങനെയുള്ള ഈ നാട് ഭരിക്കേണ്ട, ഈ നാടിനെ അടുത്ത തലമുറയായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ ഇന്നത്തെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലും നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് ഒരു വർഷം ഇന്ത്യയിൽ 13,000-ലധികം വിദ്യാർത്ഥികൾ മരണപ്പെടുന്നുണ്ട്. പരീക്ഷാ സമ്മർദ്ദം, തോൽവി, പ്രവേശന പരീക്ഷകളിലെ പരാജയം, കുടുംബത്തിന്റെ ഉയർന്ന പ്രതീക്ഷ, പാരൻസിന്റെ സമ്മർദ്ദം, ഇങ്ങനെ വിവിധ കാരണങ്ങൾ കാരണം ഒരു വർഷം 13,000-ലധികം കുട്ടികൾ സ്വയം ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിദിനം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പ്രതിദിനം 35ഓളം പേര് മരിക്കുകയാണ് ഈ രാജ്യത്ത്. ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് നീറ്റ് പരീക്ഷയിൽ 20 പേരുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതിന്റെ പേരിൽ മുതലക്കണ്ണീരൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിഷയം എത്ര വലുതാണെന്നറിയാമോ? 20 പേരുടേതെന്നല്ല, ഒരു ജീവനും വലുതാണ് നമുക്ക്. ആ സ്ഥാനത്ത് 13,000-ലധികം ജീവനുകൾ പ്രതി വർഷം ഈ രാജ്യത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നത് തന്നെയാണ്. ഒരു പരീക്ഷയിലെ പരാജയമോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് ഒരു പരീക്ഷ റദ്ദാക്കുന്നതോ, അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് അഡ്മിഷൻ കിട്ടാതെ പോകുന്നതോ, ഒരു അധ്യയന വർഷം നഷ്ടപ്പെടുന്നതോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളല്ല എന്നും, ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അനന്തമായ സാധ്യതകൾ ഈ ലോകം നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നുവെന്നും, ജീവനെടുക്കുക എന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല, മറിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെയും തോൽവികളെയും പരാജയങ്ങളെയും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റി മുന്നേറുകയാണ് വേണ്ടത് എന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ കുട്ടികളെയും ബോധവൽക്കരിക്കേണ്ട സമയത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്.
അല്ലാതെ ഒരു നീറ്റ് പരീക്ഷയെ മാത്രം എടുത്തു വെച്ച് പറഞ്ഞു ഒതുക്കേണ്ട ഒരു വിഷയവുമല്ല ഇത്. അതിനേക്കാൾ വ്യാപ്തിയുണ്ട് ഈ വിഷയത്തിന്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ കൂടുതൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ കാരണമാകുമെന്ന് പ്രത്യാശിക്കുന്നു. അങ്ങനെ നമ്മുടെ സോനം ജി സലാം പറഞ്ഞിരിക്കുകയാണ്, സലാം ഡൽഹി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി പാറ്റകളുടെ ഭാവി എന്ത്? പാറ്റകളുടെ സമരത്തിന്റെ ഭാവി എന്ത്? മോദിയെ താഴെ ഇറക്കാനായിട്ടുള്ള പാറ്റകളുടെ ശ്രമം വിജയിക്കുമോ, അതോ പഴയ അഴുക്ക് ചാലുകളിലേക്ക് പാറ്റകൾ തിരിച്ചു പോകുമോ? കൂടുതൽ അപ്ഡേറ്റുകളും വീഡിയോയുമായി വീണ്ടും കാണാം.